കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. SCERT സയൻസ് സീരീസിൽ 6ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികളുടെ പാഠപുസ്തകത്തിൽ നിന്നുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിനും കണ്ടിട്ടുള്ള എല്ലാ പോയിന്റുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ നിന്നുള്ള പ്രധാന പോയിന്റുകളും ഉൾപ്പെടുന്നുണ്ട്. കോശം എന്ന ടോപ്പിക്കിൽ വരുന്നൊരു പാഠഭാഗമാണിത്. SCERTയിൽ കോശം എന്ന ടോപ്പിക്കിൽ വരുന്ന ആദ്യത്തെ പാഠമാണ് 6ാം ക്ലാസ്സിലെ ഈ പാഠം. ഇതിൽ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 8ാം ക്ലാസ്സിൽ തുടർന്ന് ഇത് പാഠത്തിൻ്റെ തുടർന്നുള്ള ഭാഗം 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ആ പാഠഭാഗത്ത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം 6, ജീവൻ്റെ കുഞ്ഞറകൾ. എന്താണ് കോശങ്ങൾ? ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. എല്ലാ ജീവനുള്ള വസ്തുക്കളും അതിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? കോശങ്ങളാണ്. കോശങ്ങൾ ഒരാളുടെ സാധാരണ കണ്ണിലൂടെ നിരീക്ഷിക്കാൻ കഴിയില്ല. മൈക്രോസ്കോപ്പിലൂടെയാണ് കോശങ്ങൾ നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ മൈക്രോസ്കോപ്പ് ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മൈക്രോസ്കോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് ഓരോ ഭാഗങ്ങൾ, പാർട്സ് ഉണ്ട്. അത് പഠിക്കണം. ഏതൊക്കെയാണ്? ഐ പീസ്, നോബുകൾ, കണ്ടൻസർ, സ്റ്റേജ്, ക്ലിപ്പുകൾ, മിറർ, ഒബ്ജക്റ്റീവ് ലെൻസ്. മൈക്രോസ്കോപ്പിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഐ പീസ്, നോബുകൾ, കണ്ടൻസർ, സ്റ്റേജ്, ക്ലിപ്പുകൾ, മിറർ, ഒബ്ജക്റ്റീവ് ലെൻസ്. 2 ലെൻസുകളാണ് വരുന്നത്, ഐ പീസും ഒബ്ജക്റ്റീവ് ലെൻസും. അതുപോലെ കണ്ടൻസർ ഉണ്ട്, ക്ലിപ്പുകളുണ്ട്, സ്റ്റേജ് അതിൽ ഒബ്ജക്റ്റ് വെക്കാനുള്ള ഒരു സ്റ്റേജ്, ആൻഡ് മിറർ പ്രകാശം പതിപ്പിക്കുന്നതിനുള്ള മിറർ. നോബുകൾ പറയുന്നത് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഓരോ പാർട്സിൻ്റെയും ധർമ്മങ്ങൾ തുടർന്നുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. കോശങ്ങൾ തെളിഞ്ഞു കാണുന്നതിന് മെഥിലിൻ ബ്ലൂ സ്റ്റെയിനോ സഫ്രാനിൻ സ്റ്റെയിനോ ഉപയോഗിക്കാം. അതായത് ഒരു സസ്യകോശം അല്ലെങ്കിൽ ജന്തുകോശം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കോശങ്ങൾ തെളിഞ്ഞു കാണുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മൾ സ്റ്റെയിനിൽ മുക്കാറുണ്ട്. ജന്തുകോശം, അതായത് ഇപ്പോൾ ബ്ലഡ് എടുത്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്നുള്ള സെല്ലുകൾ എടുക്കാറുണ്ട്. അല്ലെങ്കിൽ സസ്യങ്ങളുടെ സ്റ്റെമ്മിൽ നിന്നുള്ള തണ്ടിൽ നിന്നുള്ള കോശങ്ങൾ എടുക്കുകയാണെങ്കിൽ കോശത്തെ തെളിഞ്ഞു കാണുന്നതിന്, കൃത്യമായിട്ട് കാണുന്നതിന് എന്ത് ചെയ്യും? മെഥിലിൻ ബ്ലൂ സ്റ്റെയിന് അല്ലെങ്കിൽ സഫ്രാനിൻ സ്റ്റെയിനോ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ റോബർട്ട് ഹുക്ക്. ആരാണ് റോബർട്ട് ഹുക്ക്? 1665 കോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. അപ്പോൾ കോശം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. 1665 റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തുന്നത്. ഇദ്ദേഹം കോശം കണ്ടെത്താൻ ഉപയോഗിച്ചത് ഓക്ക് മരത്തിൻ്റെ കോർക്കിൽ നിന്നാണ്. ഓക്ക് മരത്തിൻ്റെ കോർക്കിനെ നിരീക്ഷിച്ചിട്ടാണ് കോശത്തെ കണ്ടെത്തുന്നത്. കോശത്തിന് സെൽ എന്ന പേര് നൽകുന്നത് റോബർട്ട് ഹുക്കാണ്. സെൽ എന്നതിൻ്റെ അർത്ഥം ചെറിയ മുറി എന്നാണ്. ലാറ്റിൻ ഭാഷയിൽ നിന്നുള്ള ഒരു വേർഡാണ് സെല്ല എന്ന്. ഇതിൽ നിന്നാണ് സെൽ എന്ന വേർഡ് വരുന്നത്. ചെറിയ മുറി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദെൻ എന്താണ് ഏകകോശ ജീവികൾ? ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. ജീവനുള്ള വസ്തുക്കളുടെ അടിസ്ഥാന ഘടകമാണ് കോശം. എന്നാൽ ഒരു കോശം മാത്രമുള്ള ജീവികൾ, ഒരൊറ്റ കോശം മാത്രമുള്ള ജീവികളെയാണ് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. ഏകകോശ ജീവികൾക്കുള്ള ഉദാഹരണങ്ങളാണ് അമീബ, പാരമീസിയം, യൂഗ്ലീന. അമീബ, പാരമീസിയം, യൂഗ്ലീന. ദെൻ ബഹുകോശ ജീവികൾ. ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളാണ് ബഹുകോശ ജീവികൾ. അതായത് ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളാണ് ബഹുകോശ ജീവികൾ. ദെൻ കോശത്തിൻ്റെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളുമാണ് പഠിക്കാനുള്ളത്. കോശം നിർമ്മിക്കുന്നത് ഒരുപാട് ഭാഗങ്ങൾ ചേർന്നിട്ടാണ്. ആ ഓരോ ഭാഗങ്ങൾക്കും അതിൻ്റെതായ ഫങ്ഷൻസ്, ധർമ്മങ്ങളുണ്ട്. കോശത്തിൻ്റെ ഡയഗ്രാം ശ്രദ്ധിക്കുക. ഒരു ജന്തുകോശമാണ് ഇവിടെ തന്നിട്ടുള്ളത്. കോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് അതിൻ്റെ ആവരണമായിട്ട് വരുന്ന കോശസ്തരം. കോശസ്തരത്തിനകത്ത് വരുന്നതാണ് കോശദ്രവ്യം. ഈ കോശദ്രവ്യത്തിനകത്ത് ഒരുപാട് കോശ അംഗങ്ങൾ ഉണ്ടായിരിക്കും. അവയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയൻ, റൈബോസോം, ഫേനം. അതിൻ്റെ ഏറ്റവും കേന്ദ്രമായിട്ട് വരുന്നതാണ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം. കോശസ്തരം, കോശദ്രവ്യം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയൻ, റൈബോസോം, ന്യൂക്ലിയസ്, ഫേനം. ഓരോ ഭാഗങ്ങളും അതിൻ്റെ ധർമ്മങ്ങളും. കോശസ്തരം കോശത്തിനെ ആവരണം ചെയ്യുന്നു. കോശസ്തരം നമ്മളിവിടെ കണ്ടു. കോശത്തിൻ്റെ
പുറം ഭാഗത്തായിട്ട് ആവരണമായിട്ട് വരുന്നതാണ് കോശസ്തരം. കോശദ്രവ്യം എന്ന് പറയുന്നത് ന്യൂക്ലിയസ്, അതായത് മർമ്മം ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്നതാണ് കോശദ്രവ്യത്തിൻ്റെ ധർമ്മം. കോശസ്തരത്തിനകത്ത് നടുക്ക് കേന്ദ്രത്തിൽ മർമ്മം വരുന്നുണ്ട്. ഈ മർമ്മത്തിന് ചുറ്റും കോശസ്തരവും അതിൽ കോശഭാഗങ്ങളുണ്ട്. ഈ കോശഭാഗങ്ങളെ അതിൻ്റെ സ്ഥലത്ത് നിലനിർത്തുകയാണ് കോശദ്രവ്യത്തിൻ്റെ ധർമ്മം. ദെൻ ന്യൂക്ലിയസ് കോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. കോശത്തിൻ്റെ കേന്ദ്രം എന്നൊക്കെ പറയുന്നതാണ് ന്യൂക്ലിയസ്. ദെൻ ഫേനം ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുകയാണ് ഫേനം ചെയ്യുന്നത്. ഫേനം അതായത് വാക്യൂൾ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നു. ദെൻ റൈബോസോം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായിട്ട് വർത്തിക്കുന്നു. മൈറ്റോകോൺട്രിയൻ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. മൈറ്റോകോൺട്രിയന് ഊർജം ഉൽപ്പാദിപ്പിക്കുകയാണ്. കോശത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് മൈറ്റോകോൺട്രിയനാണ്. ഡയഗ്രാം വെച്ചിട്ട് ഒന്ന് പറയാം. കോശസ്തരം എന്ന് പറയുന്നത് ആവരണമാണ്. കോശദ്രവ്യം എന്ന് പറയുന്നത് കോശാംഗങ്ങളെ, കോശത്തിലുള്ള മറ്റു ഭാഗങ്ങളെയൊക്കെ ആ സ്ഥാനത്ത് നിലനിർത്തുന്നത് കോശദ്രവ്യമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ബ്ലൂ നിറത്തിൽ കാണുന്നത് അത് സഞ്ചാരപാതയാണ്. മൈറ്റോകോൺട്രിയൻ എന്ന് പറയുന്നത് ഊർജം നൽകുന്ന ഉൽപ്പാദനമാണ് മൈറ്റോകോൺട്രിയൻ ചെയ്യുന്നത്. റൈബോസോം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. ന്യൂക്ലിയസ് അതിൻ്റെ കേന്ദ്രമാണ്. എല്ലാ പ്രവർത്തനവും നിയന്ത്രിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്, ന്യൂക്ലിയസിൽ നിന്നാണ്. ഫേനം എന്ന് പറയുന്നത് വാക്യൂള് ജലം, ലവണം, വിസർജ്യ വസ്തുക്കളൊക്കെ സംഭരിക്കുന്നു. ദെൻ സസ്യകോശം. ജന്തുകോശമാണ് നമ്മൾ ഡയഗ്രം കാണിച്ചു തന്നത്. സസ്യകോശം. ജന്തുകോശത്തിൽ നിന്ന് സസ്യകോശത്തിന് ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് സസ്യകോശത്തിലായിട്ടാണ് കോശഭിത്തി. ജന്തുകോശത്തിൽ കോശസ്തരം മാത്രമുള്ളൂ. എന്നാൽ സസ്യകോശത്തിലേക്ക് വരുമ്പോൾ കോശഭിത്തി കാണപ്പെടുന്നുണ്ട്. കോശസ്തരത്തിനും പുറമെ ഒരു കോശഭിത്തി കാണപ്പെടുന്നു. അതുപോലെ ക്ലോറോപ്ലാസ്റ്റുകൾ കാണപ്പെടുന്നത് സസ്യകോശത്തിൽ മാത്രമാണ്. അതുപോലെ വലിയ ഫേനം കാണപ്പെടുന്നു. ജന്തുകോശത്തിൽ ചെറിയൊരു ഫേനമാണ്, എന്നാൽ സസ്യകോശത്തിലേക്ക് വരുമ്പോൾ വലിയ ഫേനമാണ് കാണപ്പെടുന്നത്. അപ്പോൾ ജന്തുകോശത്തിൽ നിന്ന് ഉള്ള സസ്യകോശത്തിനുള്ള വ്യത്യാസങ്ങളാണ്. കോശഭിത്തി കാണപ്പെടുന്നു, അതുപോലെ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നു, വലിയ ഫേനം കാണപ്പെടുന്നു. കോശഭിത്തി എന്താണ് ചെയ്യുന്നത്? സംരക്ഷണം നൽകുകയാണ്. സസ്യകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനാണ് കോശഭിത്തി ഉള്ളത്. ക്ലോറോപ്ലാസ്റ്റ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. ഇവ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്. ക്ലോറോപ്ലാസ്റ്റ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. ദെൻ കോശങ്ങളിലെ വൈവിധ്യം. മനുഷ്യ ശരീരം വ്യത്യസ്ത തരം കോശങ്ങളാൽ നിർമ്മിതമാണ്. മനുഷ്യനെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ മനുഷ്യ ശരീരം എന്താണ്? വ്യത്യസ്ത തരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ഉദാഹരണത്തിന് രക്തകോശങ്ങളുണ്ട്, നാഡീകോശങ്ങളുണ്ട്, പേശീകോശങ്ങളുണ്ട്. അവയവത്തിലെ ആന്തരിക അവയവത്തിലും പുറമേയുള്ള ആന്തരാവയവത്തിലൊക്കെ ഒരുപാട് കോശങ്ങൾ ചേർന്നിട്ടുള്ള മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണങ്ങളാണ് രക്തകോശങ്ങൾ, നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ. ദെൻ കലകൾ എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ഒരേ തരത്തിലുള്ള കോശങ്ങൾ കൂടിച്ചേർന്നതാണ് കലകൾ എന്ന് പറയുന്നത്. കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാവുന്നു. അതായത് പലതരത്തിലുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് മനുഷ്യ ശരീരം. ഇതിൽ ഒരേ തരത്തിലുള്ള ഒരു കോശങ്ങളുടെ കൂട്ടത്തെയാണ് കലകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ആവരണകല, നാഡീകല, പേശീകല. നാഡീകലയിൽ നാഡീകോശങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. പേശീകലയിൽ കോശങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. ദെൻ അവയവ വ്യവസ്ഥ. കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാവുന്നു, കലകൾ ചേർന്നിട്ട് അവയവങ്ങൾ ഉണ്ടാവുന്നു, ഈ അവയവങ്ങളൊക്കെ ചേർന്നിട്ട് അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നു. കലകൾ ചേർന്ന് കോശങ്ങൾ, കോശങ്ങൾ ചേർന്ന് അവയവങ്ങൾ, അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥ. അങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് അവയവ്യവസ്ഥകളാണ് ശ്വസന വ്യവസ്ഥ, രക്തപര്യായന വ്യവസ്ഥയൊക്കെ അവയവ വ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങളാണ്. ഡയഗ്രാം ശ്രദ്ധിക്കുക. ആദ്യം കോശങ്ങളാണ് കാണിച്ചു തരുന്നത്. നാഡീകോശങ്ങളുണ്ട് അതിൽ, അതുപോലെ പേശീകോശങ്ങളുണ്ട്. ഈ കോശങ്ങളൊക്കെ ഒരേ തരത്തിലുള്ള കോശങ്ങൾ ചേർന്നിട്ട് കലകൾ രൂപപ്പെടുന്നു. ഈ കലകളെല്ലാം ചേർന്നിട്ട് ഒരു അവയവങ്ങൾ രൂപപ്പെടുന്നു. അവയവങ്ങളിൽ ഒരുപാട് കലകൾ ഉണ്ടായിരിക്കും.
അവയവങ്ങൾ ചേർന്നിട്ട് അവയവ വ്യവസ്ഥ രൂപപ്പെടുന്നു. ഈ അവയവ വ്യവസ്ഥകളെല്ലാം ചേർന്നിട്ടാണ് ഒരു ജീവി ഉണ്ടാവുന്നത്. കോശങ്ങൾ, കലകൾ, അവയവങ്ങൾ, അവയവ വ്യവസ്ഥകൾ, ജീവി. ഇത്രയാണ് ഈ പാഠഭാഗത്ത് വളരെ കോശത്തിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്തത്. കോശവും എന്താണ് കോശമെന്ന് പഠിച്ചു. അതുപോലെ മൈക്രോസ്കോപ്പിനെ കുറിച്ച് അതിൻ്റെ ഭാഗങ്ങൾ പഠിച്ചു. പിന്നെ കോശത്തിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ ധർമ്മങ്ങളുമാണ് പഠിച്ചത്. ഇനി 8ാം ക്ലാസ്സിൽ കോശത്തെക്കുറിച്ചുള്ള ഒരു പാഠം കൂടി വരുന്നുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി പഠിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.